വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങ് പോയി. ഈ സ്ഥലം കണ്ടെത്താനേ പറ്റുന്നില്ലല്ലോ. ഇത് അന്വേഷിച്ച് വൈകുന്നേരമായി. എന്തൊക്കെ പ്രശ്നങ്ങളാ? ചേടാ, ഇതൊരു എലിയായിരുന്നോ? ഓടിക്കോ! കിട്ടിപ്പോയി. ഇതുവരെ ആർക്കും തേടി കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലം ഞാനിതാ കണ്ടുപിടിച്ചേ. ഇത് കൊള്ളാലോ. എന്തുമാത്രം തേനീച്ചകൾ അവിടെ. ഈ സ്ഥലം എന്തായാലും അടിപൊളി തന്നെയാ. ഇത് ശരിക്കും ഒരു അത്ഭുതകരമായ സ്ഥലം തന്നെയാ. കൊള്ളാം. ഇനി എനിക്ക് ആ സാധനം കൂടി ഒന്ന് കിട്ടിയാ മതിയായിരുന്നു. ഇതിപ്പോ എങ്ങോട്ടാ പോണ്ടേ? ഇതാകെ കുഴപ്പം പിടിച്ച സ്ഥലമാണല്ലോ. എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് ചെന്ന് എത്തിയാ മതി. പിന്നെ ചൈനയിലുള്ള എന്റെ ഗ്രാമത്തിൽ ചെന്ന് എനിക്ക് സെറ്റിൽ ആവാം. ഞാൻ അവിടത്തെ സ്റ്റാർ ഹീറോ ആയിട്ട് മാറുന്നതാണ്. അവനെന്റെ മുട്ട മോഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്. എന്റെ മുട്ട അവനെ ആരെങ്കിലും പിടിക്കും. വേഗം! ബ്ലാക്ക് സ്മോക്ക് ക്രിയേറ്റോ. ആ മനുഷ്യന് മാജിക് അറിയാമെന്ന് തോന്നുന്നു. കിങ് ഡ്രോജാന്റെ അടുത്തേക്ക് ചെല്ലൂ, വേഗം ചെല്ലൂ. സേനാപതി ഡ്രാക്സ്, അവൻ ആരായാലും എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചുകൊണ്ടുവരൂ. അവൻ അറിയില്ല നമുക്ക് ആ മുട്ടയുടെ മണം പിടിച്ച് അവൻ എവിടെയാണെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന്. ചെല്ലൂ. ശരി കിങ് ട്രോജാൻ, ഞാൻ ഇപ്പോൾ തന്നെ പോകുന്നു. വരൂ സൈനികരെ. ആ സ്മെൽ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേഗം വരൂ.
ഞാനിതുവരെ ഡ്രാഗൺസിനെ കുറിച്ചൊക്കെ കഥകളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്ന ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇവരേതോ അറിയപ്പെടാത്ത താഴ്വരയിലാണ് താമസിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് അവരിങ്ങോട്ട് വരാൻ എന്താണ് കാരണം? രുദ്ര, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ആ ഡ്രാഗൺസിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. നമുക്ക് അവരെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും മടക്കി അയക്കണം. ഓക്കേ മുത്തശ്ശ. Thank you, Rudra. Thank you. Thank you. Thank you. മതിയാക്കുന്നുണ്ട് ഈ കളി. താങ്ക് യു രുദ്ര. മായര, വരുൺ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതിപ്പോ വലിയ പുലിവാലായല്ലോ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? വലിയ പുലിവാലായെന്നോ? അല്ല, ഇത് രംഗിലിയുടെ ഡയലോഗല്ലേ? ഇത് ഞാനാ, രംഗീലയാ. ഒരു ഡ്രാഗൺ എന്റെ നേരെ തീ തുപ്പി. അങ്ങനെ ഞാൻ കരിഞ്ഞു പോയതാ. ഈ ഡ്രാഗൺസ് അവരുടെ മനസ്സിൽ എന്താണ് കരുതിയിരിക്കുന്നത്? ചുമ്മാ സൺസെറ്റിൽ കയറി വന്ന് പാവപ്പെട്ടവരെ വേദനിപ്പിക്കാമെന്നോ? ഇവന്മാർക്ക് ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്തർ മന്തർ കാലിക്കലന്തർ ചൂ. വേണ്ട, വേണ്ട. മൈര, നീ ഡ്രാഗൺസിന്റെ ശത്രുവാണോ അല്ലെങ്കിൽ എന്റെ ശത്രുവോ? നിന്റെ മാജിക് ഒന്ന് നിർത്താം പ്ലീസ്. സോറി സോറി. രുദ്ര, സൂക്ഷിച്ച്. മുത്തശ്ശ, ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാ മുത്തച്ഛനെ തേടി കണ്ടുപിടിക്കുക? ആ ഡ്രാഗൺസ് എങ്ങോട്ടാ പോയെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഡിഷ് തയ്യാറാക്കിയിരിക്കുക. എൻജോയ്. ഈ ചെല്ലി എന്താ ഇത്രയും നെർവസ് ആയിരിക്കുന്നത്? അവന്റെ നിപ്പ് കാണുമ്പോ തന്നെ അറിയാം എന്താ പ്രശ്നമുണ്ടെന്ന്.
പക്ഷെ അവനല്ലാതെ വേറെ ആർക്കും അത് അറിയാനും പാടില്ല. ഓ രംഗില ഐ ആം ഷുവർ മുത്തശ്ശൻ എവിടെയാണെങ്കിലും സേഫ് ആയിരിക്കും. ഡോണ്ട് ലൂസ് ഹോപ്പ്. അദ്ദേഹം എവിടെയാണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ കണ്ടെത്തണം. ഡ്രാഗൺ സൺസിറ്റിയിലേക്ക് വരാൻ തീർച്ചയായിട്ടും എന്തോ ഒരു കാരണമുണ്ട്. ആ? ആ? എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തും രുദ്ര. ഡ്രാഗൺസിന് മനുഷ്യന്മാരെ പോലെ നന്നായി സംസാരിക്കാനും പറ്റും. ഡ്രാഗൺസിൽ സംസാരിക്കാൻ പറ്റുമെന്നോ? പക്ഷെ ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? ഞങ്ങൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോ അവരൊരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ. അല്ല അത് പിന്നെ അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാനാ? ഞാൻ പിന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് പറയുന്നതല്ലേ. പിന്നെ അത് സത്യമാണോ നുണയാണോ എന്നൊക്കെ നിങ്ങൾ തേടി കണ്ടെത്തണം. ആ? ഈ ചില്ലിക്കിന് എന്താ പറ്റിയത്? പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടല്ലോ. ആ എനിക്ക് തോന്നുന്നത് അയാൾക്ക് എന്തൊക്കെയോ അറിയാമെന്നാ. പക്ഷെ പറയാതെ ഒളിക്കാണ്. ട്രാക്സ്, ഈ മനുഷ്യൻ ആരാണ്? നീ ആരെയാണ് ഈ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഇയാളെ പിടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് എന്താണ് ലാഭം? നമ്മുടെ മുട്ടയോടെ കിങ് ട്രോജാൻ, ആ മനുഷ്യൻ ഭയങ്കര ശക്തിശാലിയാണ്. ഞങ്ങൾക്ക് ആ എഗ്ഗ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ മനുഷ്യന്റെ നഗരം മാന്ത്രിക നഗരമാണ്. അവിടെ എല്ലാവരും തന്നെ മാജിക് ചെയ്യുന്നുമുണ്ട്. ഇയാളുടെ പേര് ജയ്സിംഗ് ചൗഹാൻ എന്നാണ്. എനിക്ക് തോന്നുന്നത് ഇയാളാണ് അവിടുത്തെ രാജാവെന്നാണ്. കിങ്, ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യരെയും അങ്ങ് കൊന്നു കളഞ്ഞേക്കാമെന്നാ. ഇത്രയും കാലമായിട്ടും നമ്മൾ അവരെ വേദനിപ്പിച്ചിട്ടേയില്ല. പിന്നെ അവര് മാത്രം എന്തിനാ എങ്ങനെ ചെയ്യുന്നേ? നമ്മുടെ രാജ്യത്ത് വന്ന് അവരെ എഗ്ഗ് മോഷ്ടിച്ചിരിക്കുക. ട്രാക്സ്, ഒരു വ്യക്തി ചെയ്ത കുറ്റത്തിന് നമുക്ക് എല്ലാവരെയും ശിക്ഷിക്കുവാനാവില്ല. അതാദ്യം മനസ്സിലാക്ക്. നമുക്ക് ആവശ്യം നമ്മുടെ ആ മുട്ട മാത്രമാണ്. പക്ഷെ കിങ്, നിങ്ങൾക്ക് ആ മനുഷ്യരെ ശരിക്കും അറിയില്ല. ഇന്നൊരാൾ ഇങ്ങോട്ട് വന്നു, നാളെ എത്ര പേര് ഇങ്ങോട്ട് വരുമെന്ന് ആർക്കറിയാം? ആ കാര്യം നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ധൃതി വെച്ച് ഒരു തീരുമാനവും എടുക്കരുത്. മനസ്സിലായോ? കേൾക്കൂ ജയ്സിംഗ് ചൗഹാൻ, നിങ്ങൾക്ക് മാജിക് അറിയാമല്ലേ? മാജിക് ഉപയോഗിച്ച് നിങ്ങളുടെ ആളുകൾക്ക് ഒരു മെസ്സേജ് അയക്ക്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ മുട്ട മോഷ്ടിച്ചത് ആരാണോ അവനത് തിരിച്ചു കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ നിങ്ങളുടെ സൺ സിറ്റി മൊത്തം കത്തിച്ച് ഞാൻ ചാമ്പലാക്കും. ഒരുത്തനെ പോലും ഞാൻ വെറുതെ വിടില്ല. ഒന്നും ഞാൻ ബാക്കി വെക്കില്ല. ഓ അത് ശരി. അപ്പൊ ഇവരൊക്കെ ഇവിടെയാണോ? ഇവിടുന്ന് നൈസായി എസ്കേപ്പ് ആയേ പറ്റൂ. അങ്ങോട്ട് നോക്ക്. ചില്ലി പതുങ്ങി പതുങ്ങി പാലസിൽ നിന്ന് പുറത്തേക്ക് പോവാ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു മര. നമുക്ക് ഫോളോ ചെയ്യാം. ഇത് വളരെ വ്യത്യസ്തമായ മരങ്ങളുള്ള കാടാണല്ലോ. ചെലി എന്തിനാ ഇവിടേക്ക് വന്നത്? ആ ഇരുട്ടിനകത്ത് ഈ ചില്ലി എങ്ങോട്ടാ പോയെന്ന് അറിയുന്നില്ലല്ലോ. മുത്തശ്ശൻ നിങ്ങളോ? മുത്തശ്ശൻ സേഫ് ആണല്ലോ അല്ലേ? ഇപ്പൊ എവിടെയാ ഉള്ളത്? എനിക്കൊരു കുഴപ്പമില്ല രുദ്ര. എനിക്ക് ഒരുപാട് സമയമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. സൺ സിറ്റി ഇപ്പോൾ വലിയ ആപത്തിലാണ്. ഡ്രാഗൺസ് വലിയ ദേഷ്യത്തിലാണ്. കാരണം അവരുടെ ഒരു മുട്ട ആരോ മോഷ്ടിച്ചിരിക്കുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് ആ മുട്ട തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവർ സൺസിറ്റി മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കും. ആ മുട്ട അന്വേഷിക്കൂ രുദ്ര. അതാരാണ് മോഷ്ടിച്ചതെന്നും കണ്ടുപിടിക്കൂ. നിന്റെ മുന്നിലുള്ള സമയം 24 മണിക്കൂറാണ്. വ്യത്യസ്തമായ മരങ്ങളുള്ള കാടിനകത്ത് പെട്ടെന്ന് കാണാതെ പോയെങ്കിൽ അതിനുള്ള വഴി എനിക്ക് അറിയില്ല. ബുക്ക് പ്രൊട്ടക്ടർ, എന്റെ മുന്നിലേക്ക് വാ. ഹലോ സാർ. ദിസ് ഈസ് നോട്ട് ഫെയർ. എപ്പോഴും നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചു വരുത്തുന്നത്? ചില കാര്യങ്ങൾ മിസ് എൻക്വയറിയോട് ചോദിച്ചു മനസ്സിലാക്കായിരുന്നില്ലേ? അവളാണെങ്കിൽ ഏത് നേരത്തും ഉറക്കമാ. പ്രൊട്ടക്ടർ, ഞാൻ നിന്നെ വിളിച്ചത് നീ സ്വയം ഒരു ലൈബ്രറി ആണ്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും നിനക്ക് മാത്രമേ അറിയാവൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യവും മിസ് എൻക്വയറിയോട് ചോദിക്കാതിരിക്കുന്നത്. വേഗം ഒന്ന് ആലോചിച്ച് കാര്യങ്ങൾ പറ. വ്യത്യസ്തമായ മരങ്ങളുള്ള ആ കാടിനുള്ളിൽ ഏതെങ്കിലും ഒരു ഒളി സങ്കേതമുണ്ടോ? സോറി അലാസർ സാർ, എന്റെ റെക്കോർഡിൽ അത്തരം ഒരു സ്ഥലവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ മിസ് എൻക്വയറിയെ വിളിച്ചുണർത്തിയേ പറ്റൂ. മിസ് എൻക്വയറിയോ? അതാരാണാവോ? മിസ് എൻക്വയറി,
മിസ് എൻക്വയറി. അലാസ സർ, നിങ്ങളോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പെട്ടെന്ന് എല്ലാരും എന്നെ തേടി വന്നിരിക്കുന്നേ. ഡോണ്ട് മൈൻഡ്. 1 മിനിറ്റ് പ്ലീസ്. ചേടാ, അലാസ സർ, നിങ്ങൾ എപ്പോഴാ വന്നത്? ആർക്കെങ്കിലും കോഫി? രംഗില എന്താ ചെയ്യുന്നത്? No one. That's okay. ചേടാ, ഇപ്പോഴല്ലേ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് കോഫി എടുക്കാൻ പോയത്, അതിനുള്ളിൽ അങ്ങ് മറന്നുപോയോ? ശ്രദ്ധിച്ച് കേൾക്ക്, ഉറങ്ങി പോവരുത്. വ്യത്യസ്തമായ മരങ്ങളുള്ള കാടുകളിൽ രുദ്രയുടെ ഷെഫ് ചില്ലി എവിടെയോ ചെന്ന് പതുങ്ങിയിരിക്കുകയാണ്. നിനക്ക് അവൻ ചെന്ന് പതുങ്ങിയിരിക്കുന്ന ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുമോ? വ്യത്യസ്തമായ മരങ്ങളുള്ള കാടുകളോ? 1 മിനിറ്റ് പ്ലീസ്. ഹലോ അലസ സർ, ഗുഡ് മോർണിംഗ്. നൈസ് ടു സീ യു. നിങ്ങളെല്ലാരും എന്താ എന്നെ കാണാൻ വന്നത്? അല്ല, ഈ കുട്ടികളൊക്കെ ആരാ? ചേടാ, നിന്റെ ഈ മെമ്മറി ലോസിന് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോ നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങരുത്, കേട്ടല്ലോ? ഞാനിപ്പോ പറയുന്ന കാര്യമുണ്ടല്ലോ, അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. വ്യത്യസ്തമായ മരങ്ങളുള്ള കാടുകളിൽ പതുങ്ങിയിരിക്കാൻ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ലെറ്റ്സ് കം ടു ദി ടോപ്പിക്. ചൂട് കോഫി കുടിച്ചാൽ മൈൻഡ് സ്പീഡ് ആയിട്ട് വർക്ക് ആവും, കേട്ടിട്ടില്ലേ? ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ. മതി മതി മതി, അത്രേ മതി. ആ കേവിനകത്ത് ഞങ്ങൾ എന്നാന്ന് വെച്ചാ കണ്ടുപിടിച്ചോളാം. നിനക്ക് കേവിനകത്ത് പോകാൻ അത്രയും ധൃതിയാണോ? ഞാൻ പറയുന്ന ഫുൾ ആയിട്ട് കേക്ക്, അല്ലെങ്കിൽ അവിടെ പോയിട്ട് കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും. മനസ്സിലായോ? ആ കേവിനകത്ത് ഒരു നീണ്ട ടണലുണ്ട്. നിങ്ങൾ അതിന്റെ അകത്ത് കൂടി പോകും. പോകുന്നു പറഞ്ഞ എന്താ അർത്ഥം? ഞങ്ങൾ അതിനകത്ത് വീണു പോകോ? വീഴാൻ പോകുന്നത് നിങ്ങളുടെ ശത്രുക്കളാണ്. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ടണലിനകത്ത് കാല് കൊത്തുമ്പോ അത് ലിഫ്റ്റ് പോലെ നിങ്ങളെ പാതാളത്തിനകത്തേക്ക് കൊണ്ടുപോകും. പേടിക്കണ്ട, നിങ്ങളുടെ കാലിനടിയിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ വിചാരിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഒരു ഹിഡൻ ഫോർട്ട് കണ്ടെത്തേണ്ടി വരും. ഹിഡൻ ഫോർട്ടോ? മുത്തശ്ശൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു, സൺസെറ്റിൽ ഒരു ഹിഡൻ ഫോർട്ട് ഉണ്ടെന്ന്. പക്ഷെ അത് എവിടെയുള്ളത് അത് ഇതുവരെ ആർക്കും അറിയില്ല. എന്റെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഒരു വലിയ ഫോർട്ട് ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ഭയങ്കര ശത്രു എത്തി. അയാൾ ഫോർട്ട് ഡിസ്ട്രോയ് ചെയ്ത് പാതാളത്തിലേക്ക് അത് കൊണ്ടുപോയി എത്തിച്ചു. നിങ്ങളുടെ കൂട്ടുകാരൻ കാട്ടിൽ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലത്തായിരിക്കും ഉണ്ടാവാ. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം, അതിന്റെ സുരക്ഷ ഡേഞ്ചറസ് ആയ ബിഗ് ലിസർഡ്സിന്റെ കയ്യിലാണ്. രാക്ഷസ പല്ലികളോ? ഓക്കേ, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ബൈ ബൈ, ടേക്ക് കെയർ. മിസ് എൻക്വയറി, വെയിറ്റ്. ഉറങ്ങുന്നതിന് മുൻപ് എന്റെ താങ്ക്സ് അക്സെപ്റ്റ് ചെയ്തോളൂ. താങ്ക് യു ലാസർ സർ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. ടേക്ക് കെയർ. നമ്മൾ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് മിസ് എൻക്വയറി പറഞ്ഞത് ഈ കേവിനെ കുറിച്ചായിരിക്കും. വരൂ, അകത്ത് പോയി നോക്കാം. ഈ സ്ഥലം കണ്ടിട്ട് അത്ര പന്തയല്ലെന്നാ തോന്നുന്നേ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നോ. എനിക്ക് ഈ സ്ഥലം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. സേനാപതി ഡ്രാക്സ്, കുറച്ച് ഡ്രാഗൺസിനെ അയക്കൂ. സൺ സിറ്റി മൊത്തം കത്തിച്ച് ചാമ്പലാക്കാൻ പറ. എല്ലാരെയും കൊന്നൊടുക്കാൻ പറയൂ. ഒരുത്തനെ പോലും വിടരുത്. നിൽക്കൂ. ഇപ്പോഴും 24 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടില്ല. ഇതിൽ കൂടുതൽ എനിക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല. ഡ്രാഗ്, ചെല്ല് വേഗം. ശരി കിങ് ട്രോജൻ. സേനാപതി ഡ്രാക്സ്, എന്താ ഇൻഫർമേഷൻ കറക്റ്റ് അല്ലേ? വേഗം ചെല്ലു, ആ സൺ സിറ്റിയെ തകർത്ത് കളഞ്ഞേക്കൂ.
ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇൻഫർമേഷൻ കറക്റ്റ് ആണല്ലോ? അതേ സേനാപതി ട്രാക്സ്, കറക്റ്റ് ഇൻഫർമേഷൻ ആണ്. സിംഹാസനമോ? എന്റെ മുത്തശ്ശൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല വർഷങ്ങൾക്ക് മുൻപ് സൺസിറ്റിയിൽ ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു. അതിനകത്തൊരു മാജിക്കൽ സിംഹാസനവും. ആർക്കെങ്കിലും അതിനകത്ത് ഇരിക്കാൻ സാധിച്ചാൽ അവൻ ആ മാജിക്കൽ വേൾഡിന്റെ ഏറ്റവും പവർഫുൾ ആയ ശക്തികൾ ലഭിക്കും. പക്ഷേ ആ സിംഹാസനത്തിന്റെ എനർജി ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു സാധാരണ മനുഷ്യന് അതിനകത്ത് ഒരുപാട് നേരം ഇരിക്കാൻ സാധിക്കില്ല. അതിന്റെ അൺകൺട്രോളബിൾ ശക്തി കാരണം ഇരുന്നവൻ വേഗം തന്നെ ചാടി എണീക്കും. ആളുകൾ പറയുന്നത് ഒരു ഭൂകമ്പത്തിൽ ആ സിംഹാസനം തകർന്നു പോയെന്നാ. പക്ഷേ ആ സിംഹാസനം എവിടെയോ ഉണ്ട്. സൺസിറ്റിക്കടിയിലുള്ള പാതാളത്തിലായിരിക്കും. പക്ഷെ ഇന്ന് വരെ ആരും ആ സിംഹാസനം കണ്ടുപിടിച്ചിട്ടില്ല. സത്യാണോ മുത്തശ്ശാ? ഏതായാലും ഒരു കൈ നോക്കാം. ഒരുപക്ഷെ ഈ ത്രോണിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാലോ? ഈ സിംഹാസനം വളരെ അപകടം പിടിച്ചതാണല്ലോ. ആരും ഇവിടേക്ക് വന്നതിന്റെ ശബ്ദമാണല്ലോ അത്. ഇത് നമ്മുടെ രുദ്രയും അവന്റെ കൂട്ടുകാരും ആണല്ലോ. അല്ല, അവരൊക്കെ ഇങ്ങോട്ടേക്ക് എങ്ങനെയാ വന്നത്? ഒരുപക്ഷെ അവരെന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് ഈ എഗ് എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കും. എന്തൊക്കെയായാലും ശരി, അവരിവിടേക്ക് എത്തിച്ചേരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ചൈനയിൽ ഡ്രാഗൺസ് വളരെ ഫേമസ് ആണ്. ഈ എഗ്ഗിൽ നിന്നും വരുന്ന ഡ്രാഗണുമായി ചേർന്ന് ഞാൻ ചൈനയിലേക്ക് ഒരു പോക്ക് പോകും. പിന്നെ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാറായി മാറുന്നതാണ്. ഇബൈസ്കാ, സിബൈസ്കാ, പ്രൊട്ടക്ഷൻ വാൾ ക്രിയേറ്റോ. ആ മിസ് എൻക്വയറി പറഞ്ഞത് നമുക്ക് ഇവിടെ എവിടെ ഒരു ഫോർട്ട് കാണാമെന്നല്ലേ? ഒരു പക്ഷേ ആ ഫോർട്ട് മൊത്തം ഡിസ്ട്രോയ് ആയി പോയെങ്കിലോ? അവിടെ നോക്കൂ രുദ്ര, അവിടെ മേലെ ഒരു ത്രോൺ കാണുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കാം. നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടും. 4 ഭാഗത്ത് നോക്കണം. ചിലി ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. രുദ്ര, പെട്ടെന്ന് ഈ വോള എങ്ങനെയാണ് വന്നത്? Come on, friends. ഇതൊരു മാജിക്കൽ വാൾ ആണ്. ത്രോണിന്റെ ഗേറ്റ് ഇതിന്റെ പുറകിലാണ് ഉള്ളത്. രുദ്ര, you're too good. അത് വെറും ഒരു ഫേക്ക് വാളാണെന്ന് രുദ്ര പെട്ടെന്ന് കണ്ടെത്തി കളഞ്ഞല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? വളരെ കഷ്ടപ്പെട്ട ഞാൻ ഈ എഗ്ഗ് ഒന്ന് കൈക്കലാക്കിയത്. അത്ര പെട്ടെന്നൊന്നും ഞാൻ ആർക്കും ഇത് വിട്ടുകൊടുക്കില്ല. ചിലി, ആ എഗ്ഗ് നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത്? നീ എന്തിനാ അത് എടുത്തു വെച്ചിരിക്കുന്നേ? അത് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ ആ ഡ്രാഗൺ സൺസിറ്റി മുഴുവനും നശിപ്പിക്കും. നീ ഇവിടെ നിന്ന് തിരിച്ചു പോയിക്കോ രുദ്ര. പല വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ഈ എഗ്ഗ് കിട്ടിയിരിക്കുക. ഞാൻ ഇതും എടുത്തുകൊണ്ട് ചൈനയിലേക്ക് പോകും. ഇതിൽ നിന്ന് ഡ്രാഗൺ പുറത്തു വന്നതിന് ശേഷം ഈ ലോകത്തിൽ ഞാൻ മാത്രമായിരിക്കും ആ ഒരേ ഒരാൾ.
അതായത് സ്വന്തമായി പേഴ്സണൽ ഡ്രാഗൺ ഉള്ള ഏകയാൾ. എല്ലാവരുടെയും കയ്യിൽ ഡ്രാഗന്റെ ഫോട്ടോ ഉണ്ടാകും, പക്ഷെ എന്റെ കയ്യിലോ എനിക്ക് സ്വന്തമായ ഒരു ഡ്രാഗൺ ഉണ്ടാകും. ചൊലൈ, ആദ്യമായിട്ട് നിങ്ങളെ പ്ലാൻ ഞാൻ ഡിസഗ്രി ചെയ്യാണ്. നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ ഒരു കുഞ്ഞിനെ അവന്റെ ഫാമിലിയിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. അവൻ ഇനിയും ഭൂമിയിൽ വന്നിട്ട് പോലുമില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അനുവദിക്കില്ല. നീ നിന്റെ കാര്യം നോക്കുന്നതാ നല്ലത്. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. വാ, പറ്റുമെങ്കിൽ ഇങ്ങോട്ടൊന്ന് വാ. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തടയാൻ നോക്ക്. ഒന്നുകൂടി ട്രൈ ചെയ്യ് രുദ്ര. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാന്നേ. ഈ മുട്ട പിടിച്ചോ. അകത്തേക്ക് പോവാനുള്ള വഴി അവിടെ ഉണ്ടല്ലേ? രുദ്ര, ഞാൻ ഈ എഗ്ഗ് നിനക്ക് ഒരിക്കലും തരില്ല. ഒന്ന് തിരിഞ്ഞു നോക്ക്. ഈ രാക്ഷസ ബലികളൊക്കെ എവിടെന്നാ വന്നത്? രുദ്ര, എന്നെ ഒന്ന് രക്ഷിക്ക്. എനിക്ക് വേണ്ടി ഈ എഗ്ഗ് ഒന്ന് രക്ഷിക്ക്. ചൊലൈ, ആ എഗ് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. പക്ഷെ അത് നിനക്ക് വേണ്ടിയല്ല, സൺ സിറ്റിക്ക് വേണ്ടിയാ. ഡ്രാഗന്റെ ഫാമിലിക്ക് വേണ്ടിട്ട്. രുദ്ര, ഈ പല്ലികൾ നമ്മളെ അടുത്തെത്തി കഴിഞ്ഞു. ഇത് പാകം പുലിവായാലോ. ഇപ്പോഴെനിക്ക് മനസ്സിലായത് ചില്ലി എന്തിനാ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ തിന്നാനുണ്ടാക്കി തന്നെന്ന്. നമ്മളിത് അടിച്ചു കൊഴുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പല്ലികൾക്ക് തിന്നാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ടാ. ഇത് പുതിയ പുലിവാലായല്ലോ. ഇതുപോലത്തെ ഇത് തന്നെയൊക്കെ ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ കാണുന്നത്. രുദ്ര, എനിക്ക് തോന്നുന്നത് എഗ്ഗിൽ നിന്ന് ബേബി പുറത്തേക്ക് വരാൻ പോകുന്ന. നമുക്കിപ്പോ ഓടാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത ഡ്രാഗൺ ബേബിയുടെ ജീവന് തന്നെ അപകടമാണ്. എഗ് താഴെ വീഴാതെ നോക്കണം. ബേബി പുറത്തു വരുന്നവരെ ലിസർട്സിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഈ ബൈസ്ക പ്രൊട്ടക്ഷൻ ബോൾ ക്രിയേറ്റോ. അമ്മയല്ല, അച്ഛനെന്ന് പറയ്. അച്ഛനെന്ന്. ഓക്കെ മോനെ, അച്ഛനല്ല അമ്മയെന്ന് തന്നെ പറഞ്ഞോ. ബേബിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ ഉടനെ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. വേഗം വരൂ. സോറി രുദ്ര, ഞാൻ ഈ ബേബി ഡ്രാഗനെ നിനക്കൊരിക്കലും വിട്ടു തരില്ല.
ഈ ബേബി എന്റേതാണ്. ഇത് എന്താ പറ്റിയെന്ന് അറിയില്ലോ ചില്ലി. ഒന്ന് നിക്ക് ചെലേ. അമ്മയല്ല, അച്ഛൻ. നിനക്ക് വിളിക്കാൻ തോന്നുന്നു എന്താന്ന് വെച്ച് വിളിച്ചോ, പക്ഷെ ഇപ്പൊ പാടില്ല. അവരെല്ലാവരും നമ്മളെ വേർപെടുത്താൻ വേണ്ടി വന്നിരിക്കുക. ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ചില്ലി, നീ എവിടെ ഒളിച്ചിരിക്കുന്നേ? നീ എവിടെ ഒളിച്ചിരുന്നാലും ഞങ്ങൾ കണ്ടുപിടിക്കും. രംഗില, നിങ്ങൾ ഈ കൊച്ചു ഡ്രാഗനെ കണ്ട് ഇത്രയും പേടിച്ചു പോയോ? രക്ഷിക്കണേ! മരമെടുത്ത ബ്ലേഡ് പോലെ ഉണ്ടായിരുന്നു. നീ വളരെ നല്ല കാര്യം ചെയ്തു. അവര് നമ്മളെ പിരിക്കാൻ വേണ്ടി വന്നതാ. നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. ചെലേ, നീ എതുവരെ ഓടും? നീ എവിടെയാ ഒളിച്ചിരിക്കുന്നത് എനിക്കറിയാം. രുദ്ര, രക്ഷിക്കണേ! വീണ്ടും ആ വലിയ പല്ലികള് ദേ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രുദ്ര, നീ ഇപ്പൊ ശരിക്കും ഒരു പ്രിൻസായി മാറിയിരിക്ക. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്റെ മുത്തശ്ശൻ ഒരിക്കല് എന്നോട് പറഞ്ഞിരുന്ന കാര്യമാ. എന്നാണോ ഈ സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശം അതിൽ ഇരിക്കുന്നത്, അന്ന് ഈ ഫോർട്ട് പ്രൊട്ടക്ടർ ലിസാർഡ്സ് അവന്റെ മുന്നിൽ തലകുരിക്കുമെന്ന്. ദേ, നിങ്ങൾ കണ്ടോ? ലിസാർഡ്സ് വളരെ ശാന്തമായിരിക്കുന്നത് കണ്ടോ? അപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലേ? അപ്പൊ രുദ്ര, ഇത് നിന്റെ പാലസാണ്. ഇനി അങ്ങോട്ട് നീയാണ് ഇവിടുത്തെ വൺ ആൻഡ് ഓൺലി പ്രിൻസ്. പിന്നെ നമ്മൾ പ്രിൻസിന്റെ ഫ്രണ്ട്സ്. നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മുത്തശ്ശൻ എന്നോട് ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. സൺസെറ്റിന്റെ താഴെ ഒരു ഫോർട്ട് ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാ. പക്ഷെ ഈ പാലസ് നമ്മുടേതാണെന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ലെറ്റ് മീ ചെക്ക്. ഫോർട്ട് പ്രൊട്ടക്ടേഴ്സ്, റിലാക്സ്. അത് കണ്ടോ? അതാണ് സൺ സിറ്റി. എല്ലാം കത്തിച്ച് ചാമ്പലാക്കിയേക്ക്. ഒറ്റ ഒരെണ്ണത്തിന് ബാക്കി വെച്ചേക്കരുത്. അത്രേ ഉള്ളൂ. നമ്മളിത് അടുത്തെത്തിക്കഴിഞ്ഞു. എനിക്കിവിടെ അടുത്തെവിടെയോ ബേബി ഡ്രാഗന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. എഗ് ക്രാക്കായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കിങ് ട്രോജൻ, ഇനി അവരെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. ഇല്ല, അറ്റാക്ക് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, വേറെ ആരും ഇക്കാര്യം അറിയാൻ പാടില്ല. അതായത് ബേബി ഡ്രാഗന്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തിയെന്ന് ആരും അറിയരുത്. ഈ സൺസിറ്റി മുഴുവൻ നശിപ്പിച്ചതിന് ശേഷം പറഞ്ഞാ മതി. എത്ര പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? എത്ര പ്രാവശ്യം മുത്തശ്ശൻ പാലസിൽ നിന്ന് പുറത്തു പോയത്? അപ്പോഴൊക്കെ നിങ്ങളല്ലേ ഞങ്ങളെ നോക്കിയത്? പിന്നെ ഇന്ന് മാത്രം എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഈ പിടിവാശി ഒന്ന് കളയ്. ഈ ബേബി ഡ്രാഗനെ അതിന്റെ ഫാമിലിക്ക് തിരിച്ചു കൊടുക്കൂ. പക്ഷേ പ്രിൻസ് രുദ്ര, ഞാൻ ഇവനെയും കൊണ്ട് ചൈനയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല.
ഞാൻ നിങ്ങൾക്ക് പ്രിൻസ് അല്ല, വെറും രുദ്ര മാത്രമാണ്. ഒന്ന് ആലോചിക്കൂ, സൺസിറ്റിയുടെ കാര്യം എന്താണ്? നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ മുത്തശ്ശനും സൺസിറ്റിയും നശിച്ച കുഴപ്പമില്ലെന്നാണോ? നീ പറഞ്ഞത് വളരെ ശരിയാണ് രുദ്ര, അത് ശരിയാ. ഞാൻ എന്റെ ഈ ബേബി ഡ്രാഗണെ തിരികെ തരാൻ തയ്യാറാണ്. ഞാൻ നിന്റെ അമ്മയല്ല. ഞങ്ങൾ നിന്റെ ഫാമിലിയിലേക്ക് തിരികെ കൊണ്ടെത്തിക്കാൻ പോവാ. സോറി ചെലി, പക്ഷെ ഇത് ചെയ്തേ പറ്റൂ. നിങ്ങൾ ഞങ്ങളെ ഡ്രാഗൺ വേൾഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ശരി രുദ്ര, ശരി രുദ്ര, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാം. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്റെ കൂടെ വാ. നീയല്ലേ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ആ എഗ്ഗ് മോഷ്ടിച്ചുകൊണ്ട് പോയത്? ഇപ്പൊ ഞങ്ങളുടെ ബേബിയുമായിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? ഇവിടെ നിന്ന് ആരും രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതണ്ട. നോക്ക്, നീ ഇപ്പൊ ചെയ്യുന്നത് തെറ്റാണ്. ചെല്ലി അവന്റെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞു. ഞങ്ങൾ ഈ ബേബി ഡ്രാഗനെയും കൊണ്ട് നിങ്ങളുടെ രാജ്യത്തിലേക്ക് വരികയായിരുന്നു. നിങ്ങൾ മനുഷ്യരെ ഒരിക്കലും ഞങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല. ആദ്യം ഞങ്ങളുടെ എഗ്ഗ് മോഷ്ടിച്ചു, ഇപ്പൊ നല്ലവരായി അഭിനയിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുക. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൊള്ളാം. പിന്നെ നിങ്ങളുടെ ഈ സൺ സിറ്റി അത് ചുട്ടുകരിച്ച് ചാമ്പലാക്കും ഞാൻ സമ്മതിക്കുന്നു. ചെല്ലിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇതിന്റെ പേരിൽ നീ സൺ സിറ്റിയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണോ? ഇനി നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആക്രമിക്കുന്നത് ആരെ കൊണ്ടും തടുക്കാനും പറ്റില്ല. ഞാൻ തടഞ്ഞു നിർത്തും. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ലിസാർഡ്സ്, ഇത് ഞങ്ങളുടെ എഗ്ഗിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ഇന്ന് അവരുടെ കാര്യത്തിന് ഞാനൊരു തീരുമാനമുണ്ടാക്കും. നിന്റെ മാജിക് ഓരോ പ്രാവശ്യവും എന്റെ കരുത്തിൽ ട്രാജിക്കായി മാറാണ്. സോറി വരുൺ. അപ്പൊ നിങ്ങൾ ഇവിടെ പതുങ്ങിയിരിക്കല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ഇത് സംഗതി കൊള്ളാലോ. ഈ ഡ്രാഗൺ മുട്ടേന്ന് വിരിഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്കും കളിയൊക്കെ തുടങ്ങിയ ഹീറോയാണ്.
ഓയ്യോ. ആ ഡ്രാക്സ് എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവന് മുട്ട കിട്ടിയോ ഇല്ലയോ? എന്റെ ബേബി ഇപ്പൊ ഏത് അവസ്ഥയിലായിരിക്കും അറിയില്ലല്ലോ. ഒരു പക്ഷേ ആ ഹ്യൂമൻസ് എന്റെ ബേബി ഈ ലോകത്തിലേക്ക് വരുന്ന മുമ്പ് കൊന്നിട്ടുണ്ടാവോ? ആരും വിഷമിക്കണ്ട, നിങ്ങളുടെ മുട്ട വിരിഞ്ഞു. ഒരു ബേബി ഡ്രാഗൺ പുറത്തു വന്നിട്ടുണ്ട്. അവൻ സേഫാണ്. നിങ്ങൾ എങ്ങനെ അതറിഞ്ഞു? ഞാനൊരു മജിഷ്യനാണ്. എല്ലാം കാണാനും കേൾക്കാനും കഴിയും. എല്ലാം ഞാൻ നിങ്ങളെ മാജിക്കിലൂടെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, കാണിച്ചതാ. ഡ്രാക്സിന് പാലസിൽ എന്താണ് കാര്യം? അവനെ ഞാൻ സൺ സിറ്റിയിലേക്കല്ലേ പറഞ്ഞയച്ചത്. അവൻ എന്റെ ഗ്രാൻഡ് സൺ രുദ്രയുമായി ഏറ്റുമുട്ടുകയാണ്. അവൻ എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഞാൻ പറയുന്നു, അവന് ജയിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ന് വരെ രുദ്രയെ ആരും ജയിച്ചിട്ടില്ല. അവൻ അവിടെയാണെങ്കിൽ അപ്പോൾ സൺ സിറ്റിയിലേക്ക് ആരാണ് പോയത്? ഓ, മുട്ട പാലസിലുണ്ടെന്നുള്ള വിവരം ഡ്രാക്സിന് കിട്ടിയിരിക്കുന്നു. എന്നിട്ടും അവൻ ആ കാര്യം എന്നെ അറിയിച്ചില്ല. അവൻ എന്തുകൊണ്ടാ മനുഷ്യരെ ഇങ്ങനെ വെറുക്കുന്നത് എനിക്കറിയില്ല. ഡാങ്കോ, നീ വേഗം ചെല്ല്. സൺ സിറ്റിയിലെ ഡ്രാഗൺസിനെ തടഞ്ഞു നിർത്ത്. പക്ഷേ കിങ് ട്രോജൻ, ഇനി അവരെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. ഞാൻ അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുൻപേ എല്ലാം കത്തിച്ചാമ്പലായി കാണും. നീ ചെന്ന് തടഞ്ഞു നിർത്ത്. നിന്നെ ഞാൻ അവിടെ വേഗം എത്തിക്കാം. താങ്ക് യു കൂട്ടുകാരാ. ഡ്രാക്സ്, നിന്റെ കളി മതിയാക്ക്. ഞാൻ നിന്റെ ഫ്രണ്ട് ആകാൻ ആഗ്രഹിക്കുന്നു. ബൂം ചെക്ക് ചെക്ക് ബൂം. നിർത്തൂ രുദ്ര. എന്റെ കൂട്ടുകാരെ, ഒന്ന് നിർത്ത്. ഇത് കിങ് ട്രോജന്റെ കൽപ്പനയാണ്. എല്ലാവരോടും ആക്രമണം നിർത്തി തിരിച്ചു ചെല്ലാൻ കൽപ്പിച്ചിരിക്കുക. നീ ഡ്രാഗൺ സിറ്റിയിലേക്ക് വാ. നിനക്കുള്ള ശിക്ഷ ഞാൻ അവിടെ വെച്ച് തരുന്നതായിരിക്കും. രുദ്ര, താങ്ക് യു. നീ ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിച്ചില്ലേ? നീ ശരിക്കും സ്നേഹസമ്പന്നനായ മനുഷ്യനാണ്. എവിടെയാ എന്റെ കുഞ്ഞ്? എന്റെ കുഞ്ഞ് എവിടെയാ? ചൊല്ലി അവനെ അങ്ങ് കൊടുത്തേക്ക്. എന്നിട്ട് സോറി പറയൂ. സോറി, വെരി സോറി. ഞാൻ വെറും ഡമ്മി അമ്മയാണ്. ഇതാണ് നിന്റെ ശരിക്കുള്ള അമ്മ. ബൈ ബൈ ബേബി, ടേക്ക് കെയർ. ഒന്നുകൊണ്ടും വിഷമിക്കണ ചൊല്ലി. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവനെ കാണാൻ അവിടേക്ക് വരാമല്ലോ. ഇനി മുതൽ നീ അവന്റെ അമ്മയല്ല, അമ്മാവനാണ്. എന്ന് വെച്ചാൽ എന്റെ സഹോദരൻ, ഇവന്റെ അമ്മാവൻ. അല്ലേ മോനെ? ഓ, താങ്ക് യു, താങ്ക് യു.
അതെ, അമ്മാവൻ. എവിടെയെങ്കിലും നിന്ന് സംസാരിക്കാൻ പോവാണോ അല്ലെങ്കിൽ ഹിഡൻ പാലസിന്റെ പ്രിൻസിനെ കാണാൻ വരുന്നോ? ഇവിടെ ഏതെങ്കിലും പ്രിൻസ് ഉണ്ടോ? എന്നാ വാ നമുക്ക് പോയി നോക്കാം. അങ്ങനെ അവസാനം ഹിഡൻ പാലസിന് അതിന്റെ പ്രിൻസിനെ കിട്ടിയിരിക്കുന്നു. മുത്തച്ഛ നിങ്ങൾ ഇങ്ങനെ പറ, അതായത് നമ്മുടെ പ്രിൻസിന് ഹിഡൻ ബാലൻസ് കിട്ടിയെന്ന്. നമ്മുടെ രുദ്ര അല്ലേലും പ്രിൻസസ് അല്ലേ, അവന്റെ സിംഹാസനല്ലേ ഹിഡർ ആയിരുന്നുള്ളൂ, അതിപ്പോ കിട്ടുകയും ചെയ്തു. Watch India's largest kids library only on Jio Hotstar. Download the app now.